അപ്പോൾ നമ്മൾ കപ്പിൾ യാത്ര തുടങ്ങിയിട്ടേ ഒരുപാട് നേരമായിട്ട് 3.5 മണിക്കൂർ കഴിഞ്ഞു. എവിടെയോ എത്തി, എന്തോ അറിയല്ലോ. എവിടെ എത്തി, എങ്ങനെ എത്തി എന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ ബോർഡ് കാണുന്നുണ്ട്, ബോർഡൊന്നും കാണുന്നില്ല. ഏതായാലും നാല് ഭാഗം നോക്കിയാൽ ഫുള്ള് കടലാണ്. ഈ വെള്ളം കണ്ടാൽ മതി, ഇത് വേറെ ലെവൽ. 6 മണി ഏകദേശം 6 മണി ആയിട്ടുണ്ട്. നമ്മൾ പോന്നിട്ട് 3 മണിക്കൂറായി. 3:30ക്ക് പോകുന്നതാണ്. ഇപ്പോൾ ഒരു 6 മണി 6:15 ഇതിനിങ്ങനെ ലൈറ്റ്, കപ്പിൽ ലൈറ്റുകളൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ബാക്ക് സൈഡിലൊക്കെ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. സൈഡിലൊക്കെ ഇങ്ങനെ മൊത്തം ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. കപ്പൽ യാത്ര ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. റഫ് സീസണിൽ ഒരിക്കലും പോകരുത്, മഴക്കാലത്ത് ഒരിക്കലും പോകരുത്. ഇങ്ങനത്തെ സമയത്ത് മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ കേട്ടോ. മറ്റു ഭയങ്കര ഇതാവും, ഛർദ്ദിക്കാനൊക്കെ ഭയങ്കര പ്രശ്നമാകും. അപ്പം ഞാനിപ്പോൾ നടക്കുന്നത് കപ്പലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ്. നിങ്ങളെ ഒരു സൈഡിൽ ഇങ്ങനെ എത്രത്തോളം നടക്കുകയാണ്. അപ്പോൾ അത്രയും വലുപ്പമാണ് ഈ കപ്പൽ. കപ്പലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഏകദേശം എത്തിയിട്ട്, ഫ്രണ്ട് ഭാഗത്താണ് അതേമാതിരി വലിയ ജനറേറ്ററും ഒരുപാട് സ്ഥാനങ്ങളും കേട്ടോ. ഈ കപ്പൽ ഏകദേശം ഞാൻ 4 നിലയായിട്ടുണ്ട്. മുതൽ അടിക്ക് 2 നിലയും മുകൾക്ക് 2 നിലയും, അങ്ങനെ 4 നില ആ ലെവലിലാണ്. 4 നില 5 നില, അടിക്ക് 3 നില ഉണ്ട്. ഇതാണ് ഫ്രണ്ട് ഭാഗം കേട്ടോ. അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. കടലിലേക്ക് എവിടെ നോക്കിയാലും ഒന്നും കാണാനില്ല. ദൂരെ എവിടെയൊക്കെയോ ഓരോ ബോട്ടോ കപ്പലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. വേറെ ഒന്നും കാണാനില്ല, ഫുള്ള് വെള്ളം തന്നെ. കപ്പലിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തത് കപ്പൽ പോകുന്ന ഭാഗം മാത്രം വെള്ളം ഇങ്ങനെ ഇളകിയിട്ട് ഇങ്ങനെ പത പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗം ഫുള്ള് ശാന്തമായിട്ട് അറബിക്കടൽ ശാന്തമായി കിടക്കുകയാണ്, നീല കളറായിട്ട്. ഒരു ചളിയോ ഒന്നും ഉണ്ടാവില്ല. ഇത് കപ്പലിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാ സംഗതിയും ഉണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ മക്കളെ കടയിലേക്ക് നമ്മൾ വന്ന റൂട്ട് മാപ്പ് കാണുന്ന മാതിരി വെള്ളം കണ്ട് ഞങ്ങൾ തിളച്ച് മറിഞ്ഞ്. കണ്ടാൽ തന്നെ പോലെ. കുറേ ദൂരം പോയി നമ്മൾ വന്നതിൻ്റെ അടയാളം കറക്റ്റ് കാണാൻ കഴിയും. ഒരു വെള്ളം ഇങ്ങനെ ഇളക്കിയൊരു അടയാളം കാണാൻ കഴിയും. തൊട്ടടുത്ത് ഇങ്ങനെ കിടന്ന് ബാക്കിലായിരിക്കും എഞ്ചിൻ. അതാണ് ഇത്ര ഇവിടെ പതച്ച് താഴ്ന്ന്, ഇത്ര പതച്ചിട്ട് തുള്ളി കരങ്ങണില്ല വെള്ളം. ഇത്രയും പ്യൂരിഫയർ ആണെന്ന് പറയാം. ഇത്രയും വൃത്തിയാണ്. എന്താല്ലേ, എല്ലാവരും കപ്പൽ യാത്ര ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കേട്ടോ. അടിപൊളിയാണ്. അപ്പം ഇനി മുതൽ നമ്മൾ ദ്വീപിലേക്ക് എത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടാ. എല്ലാവരും കണ്ടിരിക്കണം കേട്ടോ. ദ്വീപിലെ എല്ലാ സംഗതിയും ദ്വീപിൽ അപ്ലോഡ് ചെയ്യും. ഒരുപാട് ദൂരം വരെ കാണാൻ കഴിയും കേട്ടോ. അതായത് കപ്പലിങ്ങനെ വരുന്നത്, വന്നിങ്ങനെ പോണത് മാർക്ക് ഇങ്ങനെ അറിയാനുണ്ട്. അപ്പം ശരി കേട്ടോ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.